ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലാണുള്ളത്. സത്യസന്ധത ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ ജീവിതത്തിൽ പകർത്തേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 4 ഹദീസുകളിലൂടെ നമുക്ക് സഞ്ചരിച്ച് അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ പരാമർശിക്കുന്നിടത്ത് ഏറെ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ്. ഇസ്ലാമിൽ ആശ്ലേഷിക്കുന്നതിൻ്റെ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിവരണമാണ് ഇന്നത്തെ ആദ്യത്തെ ഹദീസ്. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവർ പറയാണ്, അദ്ദേഹം ദീർഘമായൊരു സംഭവമാണ്. ഹിർക്കൽ രാജാവ് എന്ന് പറയുന്ന അന്നത്തെ പേർഷ്യയുടെ ഏറ്റവും പ്രധാനിയായ ചക്രവർത്തിയുടെ ചാരത്തേക്ക് അദ്ദേഹത്തെയും സംഘത്തെയും വിളിപ്പിക്കപ്പെട്ടു. തുടർന്നുണ്ടായ സംഭവത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അബൂ സുഫിയാന് ഹിർക്കൽ രാജാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഹിർക്കൽ രാജാവിനെ അന്വേഷിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇദ്ദേഹത്തിന് ചില വിവരങ്ങളൊക്കെ കിട്ടി. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലാണല്ലോ. അപ്പോൾ ആ വിവരങ്ങൾ സത്യസന്ധമാണോ, അദ്ദേഹത്തിന് സമാനമായിട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കുറച്ച് വിവരങ്ങളുണ്ട് വരുന്ന പ്രവാചകനെ കുറിച്ച് വരാൻ പോകുന്നു. അപ്പോൾ ആ വിവരങ്ങളൊക്കെ ചേർത്ത് വായിച്ചുകൊണ്ട് അദ്ദേഹം അബൂ സുഫിയാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ചോദിച്ച ചില ചോദ്യമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇവർ പറയണം, അബൂ സുഫിയാൻ പറയണം, കാല ഹിർക്കൽ രാജാവ് എന്നോട് ചോദിച്ചു, ഫമാദാ യഅ്മുറുക്കും യാനി അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ നിങ്ങളോട് എന്താണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? കാല അബൂ സുഫിയാൻ. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഖുൽതു, ഞാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് എന്താ? ഉഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അല്ലാഹു എന്ന ഒരു ഇലാഹുണ്ട്, ആരാധനക്ക് അർഹനായ ഒരു ഇലാഹുണ്ട്, അദ്ദേഹത്തിന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ബിംബങ്ങളെ, ദൈവങ്ങളെ, ദേവന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അള്ളാഹുവോട് ആരാധിക്കുന്നതിനോടൊപ്പം മറ്റാരെയും ഇബാദത്തിൽ നിങ്ങൾ പങ്കു ചേർക്കുകയും ചെയ്യരുത്. വത്റുക്കൂ മാ യഖൂലു ആബാഉക്കും, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഹിർക്കലിന് വിശദീകരിച്ചു കൊടുക്കണം. ഒന്നാമത് പറഞ്ഞ കാര്യം അള്ളാഹുവിനെ ആരാധിക്കണം. മറ്റൊന്ന്, നിങ്ങളുടെ പൂർവികന്മാർ പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളുണ്ട്, ആരാധന, ആരെ ആരാധിക്കണം, എന്ത് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. മറ്റൊന്ന്, വയഅ്മുറുന ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുന്നു. വസ്സുദ്ഖി, സത്യസന്ധത ജീവിതത്തിൽ വെച്ച് പുലർത്തണമെന്ന് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നു. വൽ അഫാഫി, ജീവിതത്തിൽ എപ്പോഴും ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ അരാജകത്വം, തിന്മകൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. വസ്സിലത്തി, കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം ഇമാമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ഖിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളെ കുറിച്ചാണ്, സത്യസന്ധതയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ സത്യസന്ധതയാണ് ചർച്ച. ബഹുമാനപ്പെട്ട റസൂലുള്ള നോക്കൂ, റസൂലുള്ള പ്രവാചകനായി പിന്നെ
റസൂലിനെ കുറിച്ച് ഹിർക്കൽ രാജാവ് നിങ്ങളോട് എന്താണ് ഈ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അബൂ സുഫിയാന്റെ മറുപടി എന്താ? അദ്ദേഹം സത്യസന്ധത ജീവിതത്തിൽ വെച്ച് പുലർത്തണം. മറ്റു പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനമായും എണ്ണിയ ഒരു കാര്യമാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ റസൂലുള്ള ജീവിതത്തിൽ പുലർത്തുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവരോട് ആവശ്യപ്പെടുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോട് സത്യസന്ധത വെച്ച് പുലർത്തണം, ഒരിക്കലും വഞ്ചന കാണിക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട അബൂ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബൂ സാബിത്ത് സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു, അവര് ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സഹാബിയാണ്. അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സഅലല്ലാഹ തആല അഷ്ഹദത ബിസുദ്ഖിൻ, ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് കൃത്യമായ വിശ്വാസത്തോടെ സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിനോട് രക്തസാക്ഷിയാകണമെന്ന് അള്ളാഹുവിനോട് ആഗ്രഹം പറഞ്ഞു, അങ്ങനെ രക്തസാക്ഷിയായി മരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു തആല ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാഇ, രക്തസാക്ഷിയുടെ പ്രതിഫലം, ആ സ്ഥാനം അള്ളാഹു അവന് കൊടുക്കും. വഇൻ മാത്ത അലാ ഫിറാഷിഹി, യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ അവസരം ലഭിച്ചില്ല, അവൻ്റെ വീട്ടിൽ തന്നെയാണ് അവൻ മരിച്ചു പോയതെങ്കിലും, യുദ്ധത്തിൽ വെട്ടേറ്റ് മരിച്ചവനല്ലെങ്കിലും അവൻ ആ പ്രതിഫലം അള്ളാഹു തആല കൊടുക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ സാരം. അതായത് ഒരു സത്യവിശ്വാസിയുടെ മനസ്സറിഞ്ഞുള്ള അള്ളാഹുവിനോടുള്ള തേട്ടം അള്ളാഹു സ്വീകരിക്കുകയും സത്യസന്ധമായി നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട കാര്യത്തെ അള്ളാഹു അതനുസരിച്ച് നമുക്ക് നമ്മൾ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം തരുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ സത്യസന്ധരായി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്വീകാര്യത ലഭിക്കും. വ്യക്തികളോട് നമ്മൾ പലപ്പോഴും സത്യസന്ധത പുലർത്തണം, നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ചർച്ച ചെയ്തല്ലോ. അതോടുകൂടെ അള്ളാഹുവിനോടുണ്ടാകുന്ന നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ സത്യസന്ധരായിരുന്നാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. നിസ്കാരത്തിലായാലും എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനോട് സിൻസിയറായിട്ട് പറയാന്ന് പറയും നമ്മളല്ലേ, നിഷ്കളങ്കരായിട്ട്, നമ്മുടെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശമൊന്നുമില്ല, പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്, പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവർ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാ നബിയ്യും മിനൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം. പൂർവികന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പലപ്പോഴും റസൂലുള്ള സഹാബത്തിന് പല സംഭവങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാക്ക് വഹിയായിട്ടും മറ്റു ലഭിച്ച കാര്യങ്ങളെ റസൂലുള്ള സ്വഹാബത്തിന് മുമ്പിൽ പാഠങ്ങളായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണിത്. പൂർവികന്മാരായ ഒരു പ്രവാചകൻ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സേനാ തലവൻ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ നിർദ്ദേശം കൊടുത്തത് എന്താ? നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കല്യാണമൊക്കെ ഈ അടുത്ത് കഴിയുകയും ഭാര്യയോടൊന്നിച്ച് ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല, ഭാര്യയോടൊന്നിച്ച് ജീവിക്കാൻ സമയം പങ്കിടാൻ വളരെ വലിയ താല്പര്യത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരാളും എൻ്റെ കൂടെ യുദ്ധത്തിന് പോരേണ്ടതില്ല. തൻ്റെ പ്രജകൾക്ക് കൊടുത്ത പ്രധാനപ്പെട്ട നിർദ്ദേശം സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത എവിടെയായിരിക്കും? വീട്ടിലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ തൽപരനായിരിക്കില്ല. സമാനമായി 1-2 പേരെ കൂടെ വിഭാഗത്തോടു കൂടെ നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? മറ്റൊന്ന്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വീട് പണിയിലായിരിക്കും. അദ്ദേഹം വീട് പണി പൂർത്തിയാക്കാൻ തിരക്കിട്ട ശ്രമത്തിലാണെങ്കിൽ പിന്നെ എൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല. കാരണം ഈ ദുർബലരായ അല്ലെങ്കിൽ യുദ്ധത്തിന് താല്പര്യമില്ലാത്ത ആളുകൾ വന്നാൽ എന്താ സംഭവിക്കുക? യുദ്ധത്തിന് താല്പര്യമുള്ള ആളുകളുടെ താല്പര്യം കൂടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വീട്ടിൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളർത്തുന്നുണ്ട്, ആ മൃഗങ്ങളൊക്കെ പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ആയിരിക്കും ആ വ്യക്തി ഉണ്ടാകുക. അങ്ങനത്തെ ആളുകളൊന്നും എൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ യുദ്ധത്തിന് പോയപ്പോൾ
ഫദനാ മിനൽ ഖറിയത്തി സ്വലാത്തൽ അസ്രി ഔ ഖരീബൻ മിൻ ദാലിക. അവര് ഏകദേശം അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് ആണ് അവർ ഈ യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്. പഴയകാലത്തെ യുദ്ധമാണല്ലോ, സ്വാഭാവികമായിട്ടും യാത്രകൾ താണ്ടി നേരിട്ടുള്ള യുദ്ധമായിരുന്നു. നമ്മൾ ഇന്നത്തെ പോലെ പീരങ്കി ഉപയോഗിച്ച് എത്രയോ 2 രാഷ്ട്രങ്ങൾ അവരുടെ രാഷ്ട്രത്തിൽ നിന്ന് പീരങ്കിയോ അല്ലെങ്കിൽ ബോംബോ പിന്നെ ആണവായുധങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളൊന്നുമല്ലല്ലോ, നേരിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്ര ചെയ്ത് അവിടേക്ക് എത്തണം. അപ്പോൾ ഈ പ്രവാചകൻ സംഘവും യുദ്ധഭൂമിയിൽ എത്തുന്നത് വൈകുന്നേര സമയത്താണ്. അപ്പോൾ യുദ്ധം ചെയ്തു തീർക്കാനുള്ള സമയം അവരുടെ മുമ്പിലില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ പ്രവാചകൻ പിന്നെ സൂര്യനോട് പറഞ്ഞു, കാരണം രാത്രിയല്ലേ, രാത്രി ഒന്നും യുദ്ധം ചെയ്യാനുള്ള ഒരു സമയമല്ലല്ലോ. അള്ളാഹുവെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരണം, അള്ളാഹുമ്മ ഇഹ്ബിസ്ഹ അലൈന, കുറച്ച് സമയം ഈ സൂര്യനെ ഇതുപോലെ ഇവിടെ പിടിച്ചു നിർത്തി തരണം. അതായത് പകല് അസ്തമിക്കരുത് എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. പ്രവാചകൻ ആവശ്യപ്പെട്ടത് പ്രകാരം സൂര്യൻ അസ്തമിക്കാതെ കുറച്ച് സമയം അവിടെ നിന്നു. അങ്ങനെ അവർ യുദ്ധം ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. ഫഹുബിസത് ഹത്ത ഫതഹല്ലാഹു അലൈഹി, ആ സംഘത്തിന് അല്ലാഹു തആല വിജയം കൊടുത്തു. പിന്നെ സ്വാഭാവികമായിട്ടും യുദ്ധം കഴിയുമ്പോൾ അടുത്ത അവരുടെ പ്രധാനപ്പെട്ട ഘട്ടം എന്താണ്, യുദ്ധം മുതൽ ഒരുമിച്ച് കൂട്ടലാണ്. അപ്പോൾ യുദ്ധം മുതൽ ഒരുമിച്ച് കൂട്ടുന്നിടത്ത് പഴയകാല സമുദായത്തിന് നമ്മുടെ സമുദായത്തിൻ്റെ അതേ നിയമമല്ല ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം മുതൽ എടുത്ത് ഭക്ഷിക്കാനോ ഉപയോഗിക്കാനോ പറ്റില്ലായിരുന്നു. യുദ്ധം മുതലെല്ലാം ഒരുമിച്ച് കൂട്ടി വെക്കും. യുദ്ധം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ആകാശത്തുനിന്ന് ഒരു തീ വന്നിട്ട് അതിനെ വിഴുങ്ങിക്കളയുമെന്നാണ് അന്നത്തെ സംവിധാനം. അങ്ങനെയാണ്, അവർ അവിടെ ഒരുമിച്ച് കൂട്ടി വെച്ചാൽ തീ വരും, അത് വിഴുങ്ങിപ്പോവും, തീ അത് കരിച്ചു കളയും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഫജമാല വനാഇമ ഫജാഅത്ത് ലിതഅകുലഹ ഫലം തത്അംഹ, യുദ്ധം മുതലൊക്കെ ഒരുമിച്ച് കൂട്ടി വിജയത്തിന് ശേഷം തീ വന്നു. പക്ഷെ തീ എന്ത് ചെയ്യില്ല, അത് പൂർണ്ണമായിട്ട് കരിച്ചു കളയാതെ തീ അണഞ്ഞു. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന ഫീക്കും ഗുലൂലൻ, ആരൊക്കെ വഞ്ചന നടത്തിയിട്ടുണ്ട്, ഇവിടെ ആരൊക്കെ മോഷണം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം കൃത്യമായിട്ട് നടപ്പിലായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അവരോട് അള്ളാഹു ആവശ്യപ്പെട്ടത് അതാണ്, നിങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടി വെക്കണം എന്നുള്ളതാണ്. ഒരുമിച്ച് കൂട്ടി വെച്ചാൽ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീ വന്ന് അത് കരിച്ചു കളയും. അങ്ങനെ ആ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഓരോ ഗോത്രത്തിലെയും ആളുകൾ വന്നിട്ട്, പ്രധാനികളായ ആരെങ്കിലും വന്നിട്ട് എന്നോട് സത്യം ചെയ്യണം, നിങ്ങളാരും മോഷണം നടത്തിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഓരോ ഗോത്രത്തിലെയും ആളുകൾ വന്ന് ഇങ്ങനെ സത്യം ചെയ്യുന്നതിനിടയ്ക്ക് ലസിഖത്ത് യദു റജുലിൻ ബിയദിഹി, ബഹുമാനപ്പെട്ട ആ പ്രവാചകന്റെ അടുത്ത് വന്ന് സത്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്. കൈ എന്ത് ചെയ്തു, ഈ പ്രവാചകന്റെ കൈയോട് ഒട്ടിപ്പിടിച്ചു എന്നാണ്, വേർപിരിക്കാൻ കഴിയുന്നില്ല. അതായത് അപ്പോൾ ഈ പ്രവാചകൻ പറയാണ്, ഇന്ന ഫീക്കും ഗുലൂലൻ, നിങ്ങളുടെ ഗോത്രത്തിലാണ് ഈ കവർച്ചക്കാരുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ ഗോത്രത്തിൽ എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗോത്രത്തിൽ 1-2 ആളുകൾ കൂടെ വന്നപ്പോൾ സത്യം ചെയ്യുന്നത് കൈ പിടിച്ചിട്ടാണ്. കൈ പിടിക്കുമ്പോൾ അവരുടെ കൈയും ഒട്ടിപ്പിടിക്കുന്നു. അതാ ഫലസിഖത്ത് യദു റജുലൈനി ഔ സലാസത്തിൻ ബിയദിഹി ഫഖാല ഫീകുമുൽ ഗുലൂൽ, നിങ്ങളിൽ ആരൊക്കെ വഞ്ചന നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ സ്വത്ത് തിരികെ കൊണ്ടുവരണമെന്ന് പറയുകയും ആ സംഘം പിന്നെ അതിൽ നിന്നുള്ള ആരാണോ കവർച്ച നടത്തിയത് അവർ പിന്നീട് എന്ത് ചെയ്തു, ഫജാഉ ബിറഅസി മിസ്ലി റഅസി ബഖറത്തിൻ മിനദ് ദഹബി, ഒരു പശുവിൻ്റെ തല പോലത്തെ ഒരു സ്വർണത്തിൻ്റെ തല അവർ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു. ഈ സമ്പത്തിൽ നിന്ന് മോഷ്ടിച്ച സമ്പത്തായിരുന്നു അത് അവർ തിരിച്ചു വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഫജാഅത്തിന്നാർ ഫഅകലത്ഹ, തീ വരികയും അത് കരിച്ചു കളയുകയും ചെയ്തു. ഇതാണ് സംഭവം. റസൂലുള്ളാഹി സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുക. അപ്പോൾ വഞ്ചന നടത്തിയത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധത വെച്ച് പുലർത്താത്തതിനാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ആ പ്രവാചകൻ നേരിട്ടൊരു പരീക്ഷണമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫലം തഹില്ലൽ ഗനായിമ
യുദ്ധമുതലുകളൊന്നും നമുക്ക് ഹലാലായിരുന്നില്ല ഹലാലായിരുന്നില്ല അഹദിൻ ഖബലന, നമ്മുടെ മുമ്പുള്ള ഒരു സമുദായത്തിനും ഹലാലായിരുന്നില്ല. പിന്നീട് സുമ്മ അഹല്ലല്ലാഹു ലന അൽ ഗനായിമ, യുദ്ധം മുതൽ നമുക്ക് എന്ത് ചെയ്തു, അതായത് നമുക്ക് മീൻസ് റസൂലുള്ളാഹിന്റെ സമുദായത്തിന് അള്ളാഹു താല അനുവദനീയമാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഹദീസ്. ഈ ഹദീസിലെ നമ്മുടെ പ്രമേയം എന്തായിരുന്നു, നമ്മുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? നമ്മുടെ ചർച്ചാ വിഷയം സത്യസന്ധതയാണ് അല്ലേ. അപ്പം ഇവിടെ റസൂലുള്ള ഈ കഥ അവതരിപ്പിക്കുന്നത്, ഈ സംഭവം അവതരിപ്പിക്കുന്നത് എന്തിനാ? സത്യസന്ധത വെച്ച് പുലർത്താത്ത കാരണത്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമുദായം മുഴുവൻ നേരിട്ട ഒരു പരീക്ഷണത്തെ സൂചിപ്പിക്കാനാണ്. ഇനി ഒരു ഹദീസ് കൂടെ നമുക്ക് വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട അബൂ ഖാലിദ് ഹക്കീം ഇബ്നു ഹിസാം റഹിമഹുല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബയ്യിആനി ബിൽ ഖിയാരി മാ ലം യതഫറഖ. കച്ചവടം നടത്തുന്ന രണ്ട് വ്യക്തികൾ, വിൽക്കുന്നയാളും വാങ്ങുന്ന ആൾക്കും സദസ്സ് വിട്ടുപിരിയുന്നത് വരെ പരസ്പരം ആ ഇടപാടിനെ കുറിച്ച് എനിക്ക് വേണ്ട എന്ന് പറയാൻ അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറയാനുള്ള ഇഷ്ടാധികാരമുണ്ട്, അവർക്ക് തീരുമാനാധികാരമുണ്ട്. ഞാനെന്ത് ചെയ്തു, ഒരു വസ്തു കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി പൈസ ഒക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ രണ്ടുപേർക്കും അവരുടെ ഇടപാട് എനിക്ക് വേണ്ട എന്ന് പറയാൻ അല്ലെങ്കിൽ വേണമെന്ന് പറയാനുള്ള അധികാരം ഉണ്ട്. എപ്പോൾ? ആ ഇടപാട് പിരിയുന്നത് വരെ, ആ സദസ്സ് പിരിയുന്നത് വരെ. അപ്പോൾ ഇനി ചില വസ്തുക്കളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇസ്ലാമികമായിട്ട് അവധി വെക്കാൻ പറ്റും, എനിക്ക് നിബന്ധന വെക്കാൻ പറ്റും. ഞാൻ 2 ദിവസം ഈ വസ്തു നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം. എല്ലാ വസ്തുക്കളിലും പറ്റുമെന്നല്ല, ചില വസ്തുക്കളിലൊക്കെ അങ്ങനെ പറ്റും. സ്വർണത്തിലും വെള്ളി പോലത്തതിലൊന്നും പറ്റില്ല, അവധി വെക്കാൻ പറ്റില്ല. അത് സദസ്സ് പിരിയുന്നതിന് മുമ്പ് തന്നെ കൈമാറണം, പൈസയും കൈമാറണം, വസ്തുവും കൈമാറണം. അതിൽ പിന്നെ അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇങ്ങനെ ഇടപാട് നടത്തുമ്പോൾ കൃത്യമായി സത്യസന്ധത വെച്ച് പുലർത്തുന്നതിനെ കുറിച്ച് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു, ഫൈൻ സദക്ക, രണ്ടുപേരും സത്യസന്ധരായി ഇടപാട് നടത്തി എന്ന് പറഞ്ഞാൽ ആരും വഞ്ചന നടത്തിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വഞ്ചന നടത്താതെ ഇടപാട് നടത്തി പോലെ ബയ്യന്ന, രണ്ടുപേരും കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ന്യൂനതകളൊക്കെ പറയേണ്ടത് പറഞ്ഞു കൊടുത്തു, ഒന്നും മറച്ചു വെച്ചില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ബൂരിക ലഹുമ ഫി ബൈഇഹിമ, ആ കച്ചവടത്തിൽ അല്ലാഹു തആല അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കുന്നു. ഇനി വൈൻ കതമ, നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുകയും ഓ കഥബ, കളവ് പറയുകയും ചെയ്താലോ മുഹിഖത്ത് ബറക്കത്ത് ബൈഇഹിമ, ആ കച്ചവടത്തിൻ്റെ ബറക്കത്തൊക്കെ അല്ലാഹു തആല എടുത്തു കളയുന്നു. ഇതും ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ പുതിയ കാലത്ത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. പലരും ഇടപാട് നടത്തുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കാതെ പോവുകയും അവനവൻ്റെ സാമ്പത്തികമായ കൂടുതൽ പൈസ കിട്ടുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ആലോചിക്കാറുള്ളൂ. യഥാർത്ഥത്തിൽ കൂടുതൽ പൈസ കിട്ടുന്നതിലല്ല കാര്യം, പിന്നെ എവിടെയാണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതിലാണ്. അപ്പോൾ ഈ ബറക്കത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉദാഹരണമായിട്ട് ഒരാൾ ഒരു വലിയ വിലക്ക് വിറ്റു, പക്ഷെ ആ കാറിന് ഒരുപാട് ന്യൂനത ഉണ്ടായിരുന്ന ന്യൂനതകളൊന്നും പറയാതെയാണ് അദ്ദേഹം വിൽപ്പന നടത്തുന്നത് എങ്കിൽ അല്ലാഹു തആല അദ്ദേഹം അവിടെ വഞ്ചന നടത്തുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അല്ലാഹു തആല അവിടെ ആ പണത്തിൽ ബർക്കത്ത് കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ ആ പണം മറ്റൊരു ഭാഗത്തിലൂടെ അല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്ന് ചെലവഴിക്കാനുള്ള വലിയ വലിയ പരീക്ഷണങ്ങളും മറ്റോ കൊടുക്കുകയും ചെയ്യും. അതോടുകൂടെ ആ പണം കൊണ്ട് കാര്യമായൊരു ലാഭം അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നർത്ഥം, ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല സത്യസന്ധത ജീവിതത്തിൽ വെച്ച് പുലർത്താൻ, അത് എപ്പോഴും നമ്മെ വിശ്വസിച്ചവരെ വഞ്ചിക്കാതെ കൃത്യമായി സത്യസന്ധരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരാളെയും വഞ്ചിക്കാതെ ഹലാലായത് മാത്രം സമ്പാദിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചാപ്റ്റർ ചർച്ച ചെയ്യാം.
അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على محمد صلى الله عليه وسلم.